വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. 11 ദിവസം പിന്നിടുമ്പോൾ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ള അടുപ്പമാണ് എല്ലാത്തിനും കാരണം. മത്സരാർത്ഥികൾക്കിടയിൽ ഗബ്രി ജാസ്മിൻ കോംബോ വലിയ പ്രശ്നമായിരിക്കുകയാണ്. സിജോ, ശരണ്യ, റോക്കി തുടങ്ങി പലരും ജാസ്മിനും ഗബ്രിക്കും മുന്നറിയിപ്പുകളുമായി എത്തിയിരുന്നു. എന്നാൽ തങ്ങളുടെ ബന്ധത്തെ പറ്റി ചോദിക്കുന്നവരോട് കയർത്ത് സംസാരിക്കുകയാണ് ഇരുവരും ചെയ്തിരുന്നത്. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് കളികൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ജാസ്മിനെ വീട്ടിൽ നിന്ന് പിതാവ് വിളിച്ച് സംസാരിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പിന്നീട് വളരെ ശാന്തമായിട്ടായിരുന്നു ജാസ്മിൻ കാണപ്പെട്ടത്. താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പുറത്ത് നെഗറ്റീവായിട്ടാണ് പോയതെന്നും അതാണ് വാപ്പയ്ക്കിപ്പോൾ അസുഖം കൂടാൻ കാരണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രിയുമായി അകലം പാലിച്ചുവെന്ന് മാത്രമല്ല, ആ ബന്ധം പ്രശ്നമാണെന്നുള്ള മുന്നറിയിപ്പ് ഗബ്രിക്ക് കൊടുക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയാണ് ജാസ്മിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ. അതേസമയം കൺഫെഷൻ റൂമിൽ നിന്നും തിരിച്ചു വന്ന ജാസ്മിൻ ആരോടും മിണ്ടാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതിനിടയിലാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത്. ആക്റ്റീവ് അല്ലാത്ത പവർ ടീമിനെ ട്രോളാനുള്ളതായിരുന്നു ടാസ്ക്. ബാക്കിയുള്ള ടീം പലതരത്തിലാണ് ഈ അവസരം വിനിയോഗിച്ചത്. പലരും ജാസ്മിനെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും റോക്കിയുടെ ടീം നല്ല രീതിയിൽ കളിയാക്കുകയാണ് ചെയ്തത്. ഒടുവിൽ സിജോയും ടീമും ടാസ്കിൽ വിജയിച്ചു. ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെ ജാസ്മിനെ പൊട്ടിക്കരച്ചിലായിരുന്നു. ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ ജാസ്മിനെ എല്ലാവരും ചേർന്ന് സമാധാനിപ്പിച്ചു. എന്നാൽ എന്നെ പറ്റി ഇനി വീണ്ടും ആരും പറയരുത്, ഞാൻ കാല് പിടിക്കാം, വേണമെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും കാല് പിടിക്കാം എന്ന് പറഞ്ഞാണ് ജാസ്മിൻ കരച്ചിൽ ആരംഭിച്ചത്. നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയുമാക്കി, ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ്. ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, ഞാൻ ആരുടെ അടുത്തും ഒന്നിനും വരുന്നില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് പറയണമെന്നറിയാതെ സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഗബ്രി. അതേസമയം ഇമോഷണൽ ഡ്രാമ പുറത്തിറക്കിയ ജാസ്മിൻ വീടിനകത്ത് കരഞ്ഞു നടക്കുകയാണ് പിന്നീട് ചെയ്തത്. താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം നെഗറ്റീവായിട്ടാണ് പുറത്തു പോയതെന്നും അതാണ് വാപ്പയ്ക്ക് ഇപ്പോൾ അസുഖം കൂടാൻ കാരണമെന്നും ഒക്കെയാണ് ജാസ്മിൻ പറയുന്നത്. കൺഫെഷൻ റൂമിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ഗബ്രിയോടല്ലാതെ ജാസ്മിൻ ആരോടും സംസാരിച്ചിരുന്നില്ല. പലരും ആശ്വസിപ്പിക്കാൻ വന്നെങ്കിലും അവരുടെ മുഖത്ത് നോക്കാൻ പോലുമുള്ള ധൈര്യം ജാസ്മിനില്ലായിരുന്നു. ഇതിനിടയിൽ ജാസ്മിന് ബിഗ് ബോസ് താക്കീത് കൊടുത്തതിനെതിരെ ആരാധകരും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ പുറത്തെ കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് അണ്ണൻ തന്നെ ജാസ്മിനെ അറിയിച്ചിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമുള്ള ജാസ്മിന്റെ വെറും ഷോ മാത്രമാണ് ഇതെന്നും പറയുന്നവരുണ്ട്. എന്തായാലും ജാസ്മിൻ അകലം പാലിച്ചതോടെ ചെറിയ നിരാശയിലാണ് നമ്മുടെ ഗബ്രി. ഇതിനിടയിൽ റസ്മിനോട് ജാസ്മിന്റെ അകൽച്ചയെ തുടർന്നുണ്ടായ വിഷമത്തെ കുറിച്ച് ഗബ്രി പറയുന്നുണ്ട്. ഇതിന്റെ ഷോർട്ട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ജാസ്മിൻ പോയപ്പോൾ അടുത്ത ആളെ ഗബ്രി കണ്ടെത്തിയെന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.